ഇറാൻ യുദ്ധം എന്ന് തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ ഇപ്പോഴും ഒരു ധാരണയുമില്ല. പശ്ചിമേഷ്യയിൽ ആരംഭിച്ച യുദ്ധം ഇവിടെ കിടക്കുന്ന നമ്മളെ ഏത് രീതിയിൽ ബാധിക്കുമെന്നായിരുന്നു പലരുടെയും ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മുടെ അടുക്കളകളെ തേടിയെത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്ധനക്ഷാമം ഇപ്പോൾ ഇല്ല എങ്കിലും പക്ഷേ അടുക്കള അടച്ചുപൂട്ടുന്ന തരത്തിലേക്ക് പാചകവാതക ക്ഷാമം എത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള LPG കിട്ടാക്കനിയായിട്ടുണ്ട് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ഇതോടെ ഗാർഹിക ആവശ്യത്തിനുള്ള LPG സംബന്ധിച്ചും അനാവശ്യമായ അസത്യ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതനുസരിച്ച് ആളുകൾ പാനിക്കാകുന്നുണ്ട്. പരിഭ്രാന്തരാകുന്നവർ ഓരോരുത്തരും അവനവന്റെ വാതക ശേഖരം സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പോൾ അസന്നിഗ്ധമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാചകവാതക വിതരണത്തിന്റെ കാര്യത്തിൽ പരിഭ്രാന്തി ആവശ്യമില്ല. ഗാർഹിക LPG ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് പാചകവാതക വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം നിലവിൽ ഇല്ല എന്നതാണ്. ഗ്യാസ് കിട്ടാതാകുമോ എന്ന് ഭയന്ന് ഒന്നിലധികം സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത് ശേഖരിച്ചു വെക്കുന്ന പാനിക് ബുക്കിംഗ് ഇപ്പോൾ നടത്തരുത് എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. നിലവിൽ ഗ്യാസ് ബുക്കിങ്ങിന് ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയപരിധി പാലിച്ച് ബുക്കിംഗ് നടത്തിയാൽ ആവശ്യക്കാർക്ക് എല്ലാവർക്കും ഗ്യാസ് ലഭിക്കും. മറിച്ച് പാനിക് ബുക്കിംഗ് നടത്തി സിലിണ്ടറുകൾ അനാവശ്യമായി ശേഖരിച്ചു വെക്കുന്ന സ്ഥിതി ഉണ്ടായാൽ എല്ലാവർക്കും കിട്ടാതെ വരുന്ന സ്ഥിതിയുമുണ്ടാകും. അതുകൊണ്ട് തന്നെ പാനിക് ബുക്കിംഗ് നടത്തരുത് എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ TV ചാനലുകൾക്കും സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ക്ഷാമം ഉണ്ടെന്ന തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയോ പ്രശ്നമുണ്ട് എന്ന തരത്തിൽ ഒരേ രീതിയിലുള്ള ദൃശ്യങ്ങൾ ഒരു ദിവസം മുഴുവൻ കാണിക്കുകയോ ചെയ്യരുത് എന്നാണ് വാർത്താ വിതരണ മന്ത്രാലയം ചാനലുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഗ്രാമീണ മേഖലകളിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി 45 ദിവസമാക്കിയിട്ടുണ്ട്. ഈ സമയപരിധി പാലിച്ചാണ് ബുക്ക് ചെയ്യേണ്ടത്. അതിനു പകരം കൂട്ടത്തോടെ പാനിക് ബുക്കിംഗ് നടത്തുന്ന രീതി ഉണ്ടായാൽ അത് ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാക്കും. സമയപരിധി പാലിച്ച് ഓരോരുത്തരും ബുക്ക് ചെയ്യുകയാണ് എങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്നതിനുള്ള പാചകവാതകം ഇപ്പോൾ സ്റ്റോക്കുണ്ട്. മറിച്ചായാൽ സ്റ്റോക്ക് പെട്ടെന്ന് തീരുകയും പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്യും. പ്രതിസന്ധി ഉണ്ടാകാത്ത തരത്തിൽ ദിനംപ്രതി 50 ലക്ഷം സിലിണ്ടറുകൾ രാജ്യത്തൊട്ടാകെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വിതരണത്തിന് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കരിഞ്ചന്ത തടയുന്നതിന് വേണ്ടിയാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. നിലവിൽ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ നില ഭദ്രമാണ് എന്നും പശ്ചിമേഷ്യൻ യുദ്ധം ഇന്ത്യയുടെ ഇന്ധന ലഭ്യതയെ ബാധിച്ചിട്ടില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് 5% LPGയുടെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിരിക്കുകയാണ്. ഒപ്പം നഗരമേഖലകളിൽ 25 ദിവസത്തെ ഇടവേളകളിൽ ഗ്യാസ് സിലിണ്ടർ ലഭ്യമാണ്. 25 ദിവസം വിട്ടാണ് ഗ്യാസ് ബുക്ക് ചെയ്യേണ്ടത്. എങ്കിൽ കൃത്യമായിട്ട് ഗ്യാസ് ലഭിക്കും. അതേസമയം പാചകവാതക ക്ഷാമം നേരിടാൻ സംസ്ഥാന സർക്കാർ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിലവിൽ കേരളത്തിലാണെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകമാണ് ക്ഷാമം നേരിടുന്നത്. അതിനെ നേരിടുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ് എന്ന നിലയിൽ കൊമേഴ്സ്യൽ LPG വിതരണത്തിന് മുൻഗണനാക്രമം നിശ്ചയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മറ്റൊന്ന്, ക്ഷാമം രൂക്ഷമാകുന്ന കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമാണ്. ഇവ തടയുന്നതിന് പ്രത്യേകം എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കും. പാചകവാതകത്തിന്റെ ഉപഭോഗം നിരീക്ഷിക്കുന്നതിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയാകും രൂപീകരിക്കുക എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്ത് ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ പരിധി ഉയർത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്യും. ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ വിതരണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഈ മുൻഗണനാക്രമത്തിൽ ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്നത് ആശുപത്രികൾക്കും സ്കൂളുകൾക്കുമായിരിക്കും. ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ജനകീയ അടുക്കളകൾ, IT പാർക്കിലെ ക്യാൻറ്റീനുകൾ, ഫാക്ടറികളിലെ ക്യാൻറ്റീനുകൾ എന്നിവയ്ക്ക് മുൻഗണന നിശ്ചയിക്കും. അതിനായി മാർഗരേഖ പുറപ്പെടുവിക്കാമെന്ന് പാചകവാതക കമ്പനി പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾക്ക് പുറമെ മുൻഗണനാ പട്ടികയിൽ മറ്റാരെയൊക്കെ ഉൾപ്പെടുത്തണമെന്നത് സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്ത ശേഷം പാചകവാതക കമ്പനികൾക്ക് പട്ടിക കൈമാറും. ഇതനുസരിച്ചായിരിക്കും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിതരണം നടക്കുക.
മറ്റൊന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണമാണ്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പാചകവാതകത്തിന്റെ ഉപഭോഗം സംബന്ധിച്ച നിരീക്ഷണ ചുമതലയാണ് നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, വാണിജ്യ, ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ ദിനംപ്രതിയുള്ള ഉപഭോഗം, വിതരണം എന്നിവ നിരീക്ഷിക്കുന്നതിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. അതോടൊപ്പം ജില്ലാതലങ്ങളിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയും അനുബന്ധമായി രൂപീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഡാഷ്ബോർഡ് ഉപയോഗിച്ചാവും നിരീക്ഷണം നടത്തുക. ഗാർഹികേതര സിലിണ്ടർ അഥവാ വാണിജ്യ സിലിണ്ടറുകൾക്കുള്ള പരിധി കൂട്ടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തിന് അനുവദിച്ച ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി 20%. അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവർ കൂടുതലായുള്ള സാഹചര്യം പരിഗണിച്ചാണ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ കേരളം തീരുമാനിച്ചത്. അതേസമയം ഗ്യാസ് മുടങ്ങുമെന്ന വാർത്ത പ്രചരിച്ചതോടെ പല ഗ്യാസ് ഏജൻസികളിലും ഇപ്പോൾ ഫോണുകൾക്ക് വിശ്രമമില്ലാതായിട്ടുമുണ്ട്. ഏജൻസികളിലെ ജീവനക്കാരുടെ ജോലി സമയം പോലും കഴിഞ്ഞ ഏതാനും ദിവസമായി 12 മണിക്കൂർ വരെയാണ്. ഫോണിൽ മാത്രമല്ല, നേരിട്ടും ആളുകളുടെ പ്രവാഹമാണ് പല ഗ്യാസ് ഏജൻസി ഓഫീസുകളിലേക്കും. എല്ലാവർക്കും ആവശ്യം ഗ്യാസ് സിലിണ്ടറുകളാണ്. ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 1 മാസം മുതൽ 1.5 മാസം വരെ കഴിഞ്ഞ ശേഷമാണ് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതറിഞ്ഞിട്ടും ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത് ശേഖരിച്ചു വെക്കുന്നതിനാണ് ആളുകൾ കൂട്ടത്തോടെ നേരിട്ട് വരുന്നതും ഫോണിൽ ബന്ധപ്പെടുന്നതും. ഓഫീസിലെത്തുന്ന പലർക്കും ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ലഭിച്ചില്ല എന്ന പരാതിയാണ്. ഓരോരുത്തരോടും കാരണം വിശദീകരിച്ച് ജീവനക്കാർ വലഞ്ഞിട്ടുമുണ്ട്. സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി 45 ദിവസം വരെ ആക്കിയിട്ടുണ്ട്. 45 ദിവസം കഴിഞ്ഞാലേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നറിഞ്ഞിട്ടും ചിലർ വീണ്ടും ബുക്ക് ചെയ്യാൻ ശ്രമിക്കും. ബുക്കിംഗ് പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ലഭിച്ചാലും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. സിലിണ്ടർ ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിക്കുകയും ഫോണിൽ കിട്ടാതാകുമ്പോൾ നേരിട്ട് വരികയുമാണ് ചിലർ. നിലവിൽ ബുക്ക് ചെയ്ത് 5 ദിവസം കഴിഞ്ഞാണ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. നേരത്തെ ഇന്ന് രാവിലെ ബുക്ക് ചെയ്താൽ ഇന്ന് തന്നെ സിലിണ്ടർ ലഭിക്കുമായിരുന്നു. ബുക്ക് ചെയ്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ സിലിണ്ടർ കിട്ടാത്തവരും നിരന്തരം ഓഫീസിലേക്ക് വിളിക്കുന്നതോടെ ജീവനക്കാർ ആകെ പെട്ടിരിക്കുകയാണ്. അതേസമയം LPG സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ വിവിധ സംസ്ഥാനങ്ങൾ പലവിധത്തിലുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. മഹാരാഷ്ട്രയും UPയും കൺട്രോൾ റൂമുകൾ തുറന്നു. ഡൽഹിയിലെ സ്ഥിതി കേന്ദ്രം നേരിട്ട് വിലയിരുത്തുന്നുമുണ്ട്. അതിനിടെ ഇറാൻ അടച്ച ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിൽ ഹോർമൂസ് കടക്കാൻ എണ്ണ ടാങ്കറുകൾക്ക് US നാവികസേന സജ്ജമല്ല എന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വൈകാതെ ഇത് സംഭവിക്കുമെങ്കിലും ഇപ്പോൾ സാധ്യമല്ല എന്നാണ് ക്രിസ് റൈറ്റ് അറിയിച്ചിട്ടുള്ളത്. ഇറാനെ നശിപ്പിക്കുക എന്നതിലാണ് ഇപ്പോൾ US സേന ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിനാൽ ടാങ്കറുകൾക്ക് അകമ്പടി നൽകാൻ ഈ മാസം അവസാനത്തോടെ മാത്രമേ നാവികസേന സജ്ജമാകൂ എന്നാണ് ക്രിസ് റൈറ്റ് പറഞ്ഞു വെക്കുന്നത്. US-ഉമായുള്ള സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിന് ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ 1 ബാരൽ ക്രൂഡ് ഓയിൽ വില 30% വരെ ഉയർന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഹോർമൂസിൽ US നാവികസേന ആവശ്യമെങ്കിൽ അകമ്പടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ നിലപാടിൽ നിന്ന് അമേരിക്ക U-ടേൺ അടിച്ചിരിക്കുകയാണ്.